ആ അനുബന്ധമായിട്ടൊരു ചോദ്യം കൂടി. അതായത് ഈ ടിബറ്റൻ ബുദ്ധിസത്തിനൊക്കെ മുമ്പ് ബോൺ എന്ന് പറയുന്ന ഒരു മതം അവിടെ ഉണ്ട്. ബോൺ എന്ന് മാത്രമല്ല വേറെന്തൊക്കെയോ വളരെ പ്രാചീനമായ ഒരു മതങ്ങളുടെ ഒരു സങ്കേതം ടിബറ്റിലുണ്ടെന്ന് വിചാരിക്കുന്നു. അതിലെ ഒരു പുസ്തകം ഞാൻ ഇടയ്ക്ക് വായിച്ചപ്പോ അതൊരു ഫോറിനർ വന്ന് ശിക്ഷപ്പെട്ടിട്ട് അദ്ദേഹത്തിന് അനുഭവമായ പുസ്തകമാണ്. ഈ ജലത്തെ സ്വാധീനിക്കുന്ന ഒരു ചിത്രം അവിടെ അവതരിപ്പിക്കേണ്ടായി. ഒരു തടാകത്തിന്റെ മുമ്പിൽ അദ്ദേഹം അങ്ങനെ ഇരിക്കുന്നു. എന്റെ കവർ ചിത്രം തന്നെ അതാണ്. ഈ ജലത്തെ സ്വാധീനിച്ചുകൊണ്ട് അതില് അതിന്റെ ഊർജമോ ശക്തിയോ ഒക്കെ ഉള്ളിലേക്ക് വഹിക്കുന്ന, അല്ലെങ്കിൽ ശാന്തി സമാധാനം ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു പ്രത്യേക രീതി. ഇങ്ങനെ ഇത് മിലരേബയുടെ ഒരു സിനിമ ഞാൻ കണ്ടപ്പോഴും ഇങ്ങനെ തന്നെയുണ്ട്. മിലരേബ പർവ്വതങ്ങളെ ആജ്ഞാപിക്കുകയും പർവ്വതങ്ങൾ പൊട്ടിത്തെറിക്കുകയും ഒക്കെ ചെയ്യുന്ന സീനുകള് ഉണ്ട്. മിലരേബയും ടിബറ്റൻ മത പശ്ചാത്തലത്തിലുള്ള ആളുകളാണ്. അപ്പൊ ഇവിടെയൊക്കെ നടക്കുന്നത് ഈ ജലത്തെ അല്ലെങ്കിൽ മലകളെയൊക്കെ സ്വാധീനിക്കുന്നു എന്ന് പറയുന്ന ഒരു മനസ്സ്, ഒബ്സർവർ, ആ മൈൻഡിന്റെ ഒരു തലം അവിടെ കിടപ്പുണ്ടല്ലോ. അത് ഇപ്പോ രമണ മഹർഷിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. പാമ്പും പുലിയും മാനും ഒക്കെ മനസ്സാണ് എന്ന് പറയുന്ന പോലെ. അപ്പൊ ഈ കാണുന്നതൊക്കെ മനസ്സാണോ, അല്ലെങ്കിൽ മനസ്സായിരിക്കെ, അന്ധക്കരണം ആയിരിക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെ ജലത്തെ സ്വാധീനിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പുറത്തു നിന്നുള്ള സ്വാധീനത്തിൽ നമ്മൾ വീഴാനോ ഒക്കെ ഒരു സാധ്യമായ കാര്യങ്ങളില്ലേ? അപ്പൊ അതൊക്കെ എനിക്ക് തോന്നുന്നു തിയോസഫിക്കാര് കുറെ കൂടി അത് ആ ഒരു ഭാഗം എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുന്നു. അവരുടെ ഒരു ലാസ്റ്റ് മോട്ടോ എന്ന് തന്നെ ടു എൻകറേജ് ദ സ്റ്റഡി ഓഫ് അൺഎക്സ്പ്ലെയിൻഡ് ലോ ഓഫ് ദി നേച്ചർ ആൻഡ് ദി ലേറ്റന്റ് പവർ ഇൻ മാൻ. മനുഷ്യനിൽ മറഞ്ഞു കിടക്കുന്ന ലീനമായ ശക്തിയെ പറ്റിയും പ്രകൃതിയുടെ വൈഭവ നിയമങ്ങളെ പറ്റിയും പഠിക്കാനുള്ള പ്രോത്സാഹനം കൊടുക്കുക. ഇത്രയും വെച്ചിട്ട് സാറിന് എന്തെങ്കിലും പറയാൻ പറ്റും? ഈ ലീനമായ ശക്തി എന്ന് പറയുന്നതാണ് ഞാൻ സംസാരിക്കാറുണ്ടല്ലോ. മനുഷ്യന് സിദ്ധി എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ അവർ ലീനമായിരിക്കുന്ന ശക്തി എന്ന് പറയുന്നതാണ് കൂടുതൽ യോജിക്കുന്നത്. കാരണം വേറൊന്നുമല്ല, മനുഷ്യത്വത്തിൻ്റെ പൂർണിമയിൽ മനുഷ്യൻ അവൻ്റെ സഹജമായിരിക്കുന്ന ബോധത്തിലേക്ക് വരികയും അവൻ പ്രകൃതി ജയം സിദ്ധിക്കുന്നവനായിട്ടിരിക്കുകയും ചെയ്യുന്നു. ഈ പ്രകൃതി ജയമാണ് സാർ ആദ്യം തൊട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരു തടാകത്തിൻ്റെ കാര്യത്തിലോ ജലത്തിൻ്റെ കാര്യത്തിലോ പർവ്വതത്തിൻ്റെ കാര്യത്തിലോ മാത്രമായി ഒതുങ്ങുന്നതിന് പകരം പ്രകൃതിയെ മൊത്തമായിട്ട് ജയിക്കുക എന്നൊരു അവസ്ഥയിലേക്ക് തന്നെയാണ് ഒരു ബുദ്ധൻ എത്തിച്ചേരുന്നത്. അതിന് യാതൊരു സംശയവുമില്ല. കാരണം ഇപ്പോൾ ജലത്തെ സംബന്ധിക്കുന്ന മിലരേബയുടെ കഥ പറയുകയുണ്ടായി. മിലരേബയ്ക്ക് വാസ്തവത്തിൽ ബോൺ മതവുമായിട്ട് ബന്ധമില്ല, അത് ശ്രദ്ധിക്കണം. മിലരേബയുടെ മാർപ്പ ഇന്ത്യയിൽ നിന്ന് പഠിച്ചുകൊണ്ട് പോയതാണെന്ന് മാർപ്പ തന്നെ പറയുന്നുണ്ട്. മിലരേബ മാർപ്പയുടെ അടുത്ത് പോകുമ്പോൾ മാർപ്പ പറയുന്നത്, ഞാനിത് ബുദ്ധിമുട്ടി ഇന്ത്യയിൽ പോയി പഠിച്ചതാണ്, അത് നിനക്ക് പെട്ടെന്ന് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പം ഇവിടുന്ന് പഠിച്ചുകൊണ്ട് പോയത് ഇന്ത്യ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ പാകിസ്ഥാനിലാണ് ഇതൊക്കെ കിടക്കുന്നതെന്ന് മനസ്സിലാക്കണം. ബോൺ മതത്തിൽ കടന്നുകൂടിയിരിക്കുന്ന പല സമ്പ്രദായങ്ങളും കാശ്മീരി ശൈവിസവുമായിട്ട് ബന്ധമുള്ളതാണ്. അവിടെ നിന്നാണ് പോയിരിക്കുന്നത്. പത്മസംഭവൻ അങ്ങനെയുള്ള പ്രധാന യോഗിമാർ, പ്രധാന താന്ത്രിക യോഗിമാർ, താന്ത്രികന്മാരായിരിക്കുന്നവർ, അവരൊക്കെ തന്നെ ഗുരു റിംപോച്ചെ എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത് ടിബറ്റിൽ. അപ്പോൾ ഈ പത്മസംഭവൻ്റെയൊക്കെ കഥയിൽ ഒരുപാട് കഥയിൽ പറഞ്ഞു പോയി കഴിഞ്ഞാൽ സമയം പോകും, അതിൽ പറയുന്നില്ല. അപ്പോൾ അവരൊക്കെ തന്നെയും അഭ്യസനം നേടിയിരിക്കുന്നത് സ്വാത്ത് താഴ്വര, പാകിസ്ഥാനിലെ സ്വാത്ത് താഴ്വരയിലാണ്. ഇവിടെയാണ് കരവീരപീഠം, കരവീരം എന്ന് പ്രസിദ്ധമായൊരു ശ്മശാനവും, അവിടെ ഉഡ്യാണ പീഠം എന്ന് വിളിക്കുന്ന ഒരു നഗരവും വെച്ച് തുടങ്ങുന്ന ഒരു പേരിപ്പോൾ ആ സ്ഥലത്തിനുണ്ട്. അവിടെയായിരുന്നു ഇതിൻ്റെ ഈറ്റില്ലം എന്ന് വിശ്വസിക്കപ്പെടുന്നു. നമ്മളിത് സാറുള്ള ഒരു സന്ദർഭത്തിൽ തന്നെ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ അത് കഴിഞ്ഞ് അവിടെ നിന്നാണ്
ടിബറ്റിലേക്ക് ഈ പറഞ്ഞ ഇത് പോകുന്നത്. ബംഗാളിലേക്ക് പോകുമ്പോൾ അത് വേറൊരു തരത്തിലുള്ള താന്ത്രികമായിട്ട് പോകുന്നുണ്ട്, അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ അവിടെ വജ്രയാന ബുദ്ധിസം വന്നു കഴിഞ്ഞപ്പോൾ ബുദ്ധിസത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരിക്കുന്ന ഒരു കാഴ്ചപ്പാടിലേക്കാണ് ബുദ്ധിസമായി കൂടിക്കലർന്ന് ബോണുമായി കൂടിക്കലർന്ന് ഈ താന്ത്രിക മതം പുതിയൊരു രീതി പ്രാപിച്ചു എന്നുള്ളതാണ് അവിടെ നടക്കുന്നത്. അതിനാണ് നരോപ്പ, തിലോപ്പ മുതൽ മില്ലേബ വരെയുള്ള ഗുരുക്കന്മാർ കടന്നു പോകുന്നത്. അപ്പോൾ തിലോപ്പയുടെ മഹാമുദ്ര താന്ത്രിക ഗ്രന്ഥം തന്നെയാണ്, വ്യത്യാസമില്ല. അപ്പോൾ അതാണ് അവിടുത്തെ പശ്ചാത്തലം അങ്ങനെ നിൽക്കുമ്പോൾ. അപ്പോൾ ഇതുമായിട്ടാണ് തിയോസഫിക്ക് ബന്ധം. മാസ്റ്റർ പൊട്ടൂമിയും മാസ്റ്റർ മോരിയൊക്കെ തിബത്തൻ മാസ്റ്റേഴ്സാണ്. അപ്പോൾ അവരിൽ നിന്ന് പഠിച്ചിരിക്കുന്നത് മനുഷ്യൻ്റെ ലേറ്റൻ പവേഴ്സിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ അത് തന്നെയാണ് തിയോസഫി മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ഇതിൽ സാറ് പറഞ്ഞതുപോലെ ഒബ്സർവർ എന്ന് പറയുന്നിടത്ത് ഒബ്സർവർ ഈസ് നോട്ട് ഡിസ്റ്റിങ് ഫ്രം ദി ഒബ്സർവ്ഡ് എന്നുള്ള ബോധമാണ് നമ്മൾ ക്വാണ്ടം ഫിസിക്സിൽ കണ്ടുപിടിക്കുന്നതും ഇവിടെ ബോധത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. ഞാൻ ബോധം തന്നെയാകുന്നു. ബോധത്തിൽ നിന്നാണ് ദ്രവ്യം ഉണ്ടായത്. ആ ദ്രവ്യം എന്ന് പറയുന്നത് എൻ്റെ ബോധവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, മനസ്സുമായിട്ടല്ല. മനസ്സെന്ന് പറയാനൊക്കില്ല. മനസ്സ് ബോധമായിട്ട് പ്രൊമോട്ട് ചെയ്യപ്പെടുന്നൊരു സാഹചര്യത്തിലാണ് മനസ്സിന് ദ്രവ്യങ്ങളുടെ മുകളിൽ നിയന്ത്രണം വരുന്നത്. അപ്പം മനസ്സിന് ദ്രവ്യമാകാൻ പറ്റും എന്ന് വിശ്വസിക്കാതിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ ഇന്നലെ സാറുമായിട്ട് സംസാരിച്ചത്. അതെന്താണ് പറഞ്ഞത്? മനസ്സെന്ന് പറയുന്ന വെറും ഒരു പ്രതിഭാസമാണ്. പദാർത്ഥത്തിൻ്റെ ഉരുത്തീരലിൽ ഉണ്ടാകുന്ന ഒരു പ്രതിഭാസം മാത്രമാണ് മനസ്സ് എന്നാണ് ഭൗതികവാദം കാർൽ മാർക്സ് പറഞ്ഞത്. എന്നാൽ നേരെ തിരിച്ച് ഈ ബോധവാദത്തിലൊക്കെ ബോധദർശനങ്ങളിലൊക്കെ തന്നെ കിടക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബോധം പദാർത്ഥമായി മാറുന്നു എന്നുള്ളതാണ്. ബോധം പദാർത്ഥമായി മാറുന്നു എന്നാണ്. അത് ഇതുവരെയും സയൻറ്റിഫിക്കായിട്ട് പൂർണ്ണമായും തെളിയിക്കപ്പെട്ടിട്ടില്ല. ഇനി ഞാൻ പറയാനിരിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത്, ഞാൻ ആവശ്യപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ശൂന്യതയിൽ നിന്നുള്ള പദാർത്ഥത്തിൻ്റെ നിർമ്മാണം. ബോധമെന്ന് പറയുന്നത് ശൂന്യതയാണെന്ന് സമ്മതിക്കാതിരിക്കുന്നതിന് കാര്യം അതൊരു എലിമെൻ്റ് ആണെന്നുള്ള അർത്ഥത്തിലാണ്. ബോധത്തിൻ്റെ ശൂന്യതയിൽ നിന്നാണ് ആ പദാർത്ഥം ഉണ്ടാകുന്നതെന്ന് കൂടി സയൻസ് പുതിയ വരും കാലങ്ങളിൽ കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ ആദ്യം ഉണ്ടാകുന്നത് ഈ പറഞ്ഞ ദൈവഗണം പോലുള്ള ഒരു ബോധത്തിൻ്റെതായ ഒരു കണം അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുന്നു. അതായത് ഒരു മാറ്ററിൽ നിന്ന് തന്നെയാണ് മാറ്റർ ഉണ്ടായത് എന്നൊരു സൂചനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കൊളൈഡറിൽ നടക്കുന്ന പരീക്ഷണങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ടു എസ്റ്റാബ്ലിഷ് ഈ പറഞ്ഞ ദൈവഗണം അതിൽ നിന്നാണ് പ്രപഞ്ചമുണ്ടായത് എന്ന് സൂചിപ്പിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതല്ല, അതും ഇല്ല. ഈവൻ ദാറ്റ് എലിമെൻറ്റ്, ദാറ്റ് മോളിക്യൂൾ ഓർ ദാറ്റ് ആറ്റം, അതുപോലും ഇല്ലാത്തൊരവസ്ഥയിൽ നിന്നാണ് ആ പ്രപഞ്ചം ഉണ്ടാകുന്നത് എന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ വിജ്ഞാനീയം എന്ന് പറയുന്നത് പരമമല്ല, പൂർത്തീകരിക്കപ്പെട്ടതല്ല. അതിനപ്പുറം നമ്മൾ യാത്ര ചെയ്യാനുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത്, മനുഷ്യൻ്റെ സൈക്കി എത്തിയിരിക്കുന്നത് ഇതുവരെ ഉള്ളൂ. ആധ്യാത്മികമായിട്ടും ഭൗതികമായിട്ടും ഇതുവരെ നമ്മൾ എത്തിയിട്ടുള്ളൂ. ഇനിയും നമ്മൾ യാത്ര ചെയ്യാനുണ്ട്. അപ്പോൾ സാറിപ്പോൾ ഒരു മലയോ അല്ലെങ്കിൽ ജലത്തിനെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തുവിനെയോ സാറ് നിയന്ത്രിക്കുന്നത് സാറിൻ്റെ ബോധത്തിലേക്ക് തിരിച്ചെത്തിയിട്ടാണ്. നിക്സൺ എന്ന് പറയുന്ന പരിമിതമായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറി അപരിമിതമായിരിക്കുന്ന ബോധത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മാത്രമേ ആ ബോധമാണ് ഇതിനകത്ത് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ തിര്യക്കായിരിക്കുന്ന വസ്തുക്കളിൽ പോലും ഇൻഫ്ലുവൻസ് ചെലുത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള നിർജീവമായിരിക്കുന്ന, നമ്മുടെ മുമ്പിലുള്ളതോ ഇല്ലാത്തതോ ആയിരിക്കുന്ന എല്ലാ വസ്തുക്കളെയും നമുക്ക് നിയന്ത്രിക്കുന്നതിനുള്ള ബോധത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണെങ്കിൽ, ആ ബോധത്തിൽ പ്രവേശിക്കുന്നത് കൊണ്ട് അതിൻ്റെ സംരചനയിൽ ചെറിയ ഇടപെടലുകൾ നമ്മൾ നടത്തുന്നുണ്ട്. ആ ഇടപെടലുകൾ വയലൻസാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. ആ ഇടപെടലുകൾക്ക് കാർമികമായിരിക്കുന്ന
ഫലങ്ങളിലേക്ക് നമ്മൾ പോകേണ്ടി വരും. അതാണ് സംഗതി. അപ്പം ആ ഇടപെടൽ എന്ന് പറയുന്നത് പലപ്പോഴും നമ്മളൊരു അഭിലഷണീയമായിരിക്കുന്ന സാഹചര്യത്തെ മുൻനിർത്തിയായിരിക്കും വിരദേവ പർവ്വതങ്ങളെ പുലർത്തിയതോ ജലത്തിനെ സ്തംഭിപ്പിച്ചത് മറ്റേ ബുദ്ധനോ എന്തോ ആയിക്കോട്ടെ. അപ്പോൾ അത്തരത്തിലുള്ള ഇടപെടലുകളിലേക്ക് പോകുമ്പോൾ അവയുടെ അനുസ്യൂതമായിരിക്കുന്ന പ്രകൃതിയിലുള്ള പ്രവാഹത്തെ നമ്മൾ ഇടപെടുന്നുണ്ട്, നിയന്ത്രിക്കുന്നുണ്ട്. അവയുടെ നൈരന്തര്യത്തെ നമ്മൾ ഇടപെടുന്നുണ്ട്. ആ ഇടപെടലിന് പ്രത്യേകിച്ച് വില കൊടുക്കേണ്ടി വരും, അതിന് സംശയമില്ല. പക്ഷേ കാരണം അത് നമ്മൾ തന്നെ തീരുമാനിച്ചതാണ്. ബോധമായിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ തന്നെ തീരുമാനിച്ചതാണ്. അപ്പോൾ ബോധാവസ്ഥയിൽ ചെന്നുകൊണ്ട് ബോധാവസ്ഥയിൽ നമ്മൾ എത്തിയിട്ട് നമ്മുടെ ഈ പരിമിതമായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് തിരിച്ച് ബോധമായിരിക്കുന്ന അപരിമിതമായിരിക്കുന്ന അവസ്ഥയിൽ ചെന്നുകൊണ്ട് നമ്മൾ ഇച്ഛിക്കുകയും ആ ഇച്ഛയനുസരിച്ച് എല്ലാ വസ്തുക്കളിലും മാറ്റം വരികയും ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ പുറകിലുള്ള തത്വം. സാർ ചോദിച്ചതുപോലെ ഒരു വ്യക്തി മാനസികമായിട്ട് അവസ്ഥയിൽ എത്തുന്നതിനൊന്നും ഒരു തരത്തിലൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത കാര്യമാണ്. ഒരു വ്യക്തിയെ കൊണ്ടൊരു കാര്യം തീരുമാനിപ്പിക്കുക എന്ന് പറയുന്നതൊക്കെ നിസ്സാരമാണ് ഈ അവസ്ഥയിൽ. പക്ഷെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, അവരുടെ കർമ്മഗതി, അവരുടെ കർമ്മത്തിലേക്കുള്ള പോക്ക്, അവയൊക്കെ തന്നെ നമ്മൾ ഇടപെടാൻ, നമുക്ക് ബാഹ്യമായിട്ട് ഇടപെടാം. നമുക്ക് മോറൽ സ്വേഷൻ എന്ന് പറയും, അത് നമ്മൾ സംസാരിച്ച് ബോധം നടത്താം, അത് ശരിയല്ല എന്ന് പറയാം. എന്നല്ലാതെ അതിനകത്തേക്ക് കയറി പോകാൻ ശ്രമിക്കുന്നത് വയലൻസാണ്. ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, നിത്യവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അത് അനുസരിക്കാത്ത ഒരുപാട് സബ് കോൺഷ്യസ് എനർജികൾ പലരുടെയും മനസ്സിൽ പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവരാ കർമ്മ നിയമത്തെ തെറ്റിക്കുന്നുണ്ട്. അതിൻ്റെ ഫലമായി അവർക്ക് കൂടുതലായിട്ടുള്ള കാർമ്മിക ഫലങ്ങളിലേക്ക് പോകുന്നു. അപ്പൊ അതുകൊണ്ട് പർവ്വതങ്ങളും ഇടപെടുമ്പോൾ വയലൻസ് ആവുന്നു പറയും ചരാചരങ്ങളിടം. അപ്പൊ ഈ നമ്മൾ കൾട്ടിവേഷൻ, അഗ്രികൾച്ചർ, അതുപോലെ ഫാമിംഗ് ഇതൊക്കെ നടത്തുമ്പോ ഇടപെടുകയാണല്ലോ. അത് വിൽപ്പനശാലകളിലേക്ക് വരുമ്പോ ഒരു വിതരണക്കാരനുണ്ടാവും, അയാൾ കച്ചവടം നടത്തുന്നു, ഒപ്പം തന്നെ വാങ്ങാൻ ആളുണ്ടാവും, അയാൾ വാങ്ങിയെടുക്കുന്നു. അപ്പൊ ഇതിലൊക്കെ കാർമ്മികമായി ചെയ്യുന്നതിന്റെ ആ ഹിംസാത്മകമായ ഒരു പരിണതി അവിടെ ഉണ്ട്. അങ്ങേയറ്റത്തോടെ എല്ലാവരും പങ്കിടുന്നില്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അത് ബോധവാനായിരിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടാണ് ബുദ്ധന്, അവിടെയാണ് പ്രശ്നം. തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഈ പറഞ്ഞ കൃഷിയിലോ എല്ലാ കാര്യങ്ങളിലും അത് നടന്നേ ഒക്കുള്ളൂ. കാരണം കാർമ്മികമായി എക്സ്ചേഞ്ച് ഇല്ലാതിരിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ എൻ്റെ അമ്മയുടെ വയറ്റിൽ 9 മാസം പീഡിപ്പിച്ചുകൊണ്ട് അമ്മയുടെ കർമ്മങ്ങളെ ഞാൻ സ്വീകരിച്ചുകൊണ്ടാണ് ഞാൻ ജനിക്കുന്നത്. അത് പീഡിപ്പിക്കാതിരിക്കാൻ ഒക്കില്ല, വേദന കൊടുത്തല്ലാതെ എനിക്ക് ജനിക്കാൻ ഒക്കില്ല. അതതിൻ്റെ നിയമമാണ്, അങ്ങനെ ഉണ്ടായേ മതിയാവുള്ളൂ. പക്ഷേ അത് അറിയാവുന്നൊരു ബുദ്ധൻ അതിൽ നിന്ന് മാറി നടക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ പോലും അത് ചെയ്യാതിരിക്കുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്, കരുണയുള്ള ഒരുവൻ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ സ്വയം പീഡകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ആ പീഡകളുടെ പോസിറ്റിവിറ്റിയെ മുഴുവൻ മറ്റുള്ളവരുടെ നന്മയ്ക്കായിട്ട് ഉപയോഗിക്കാൻ തയ്യാറാകുന്നു ഒരു മഹാബലിയിലൂടെ. അതാണ് ക്രിസ്തുവിൻ്റെ കഥയിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പം അവിടെയൊക്കെ സംഭവിച്ചിരിക്കുന്നത് ആ കരുണയാണ്. ഒരു വിഹകമാർഗത്തിൽ, ശുഭമാർഗത്തിൽ പക്ഷേ പോലെ അങ്ങ് പറന്നു പോകാതെ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ആൾക്കാർ സജീവികളോട് ക്ഷമയും സ്നേഹമൊക്കെ ഉണ്ടായി അവരോട് ബോധനം നടത്തുകയും അവരുടെ കാര്യങ്ങൾ ഇടപെടുകയൊക്കെ ചിലർ ചെയ്യുന്നു. അതൊക്കെ വയലൻസാണ്, അതുമൊക്കെ വയലൻസാണ്. അതിനൊക്കെയുള്ള കർമ്മങ്ങൾ അവർ അനുഭവിച്ചേക്കുള്ളൂ. പക്ഷെ അത് അനുഭവിക്കാതിരിക്കാൻ നിവർത്തിയില്ല. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇതിനകത്തേക്ക് വരുന്നത്. അപ്പോൾ സാറ് പറഞ്ഞതുപോലെ വ്യാപാരത്തിലെ പിന്നെ വേറൊരു കാര്യം, അവരിതിലൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു കോഴി കൊല്ലപ്പെടുമ്പോൾ ഉള്ള വേദന ഞാൻ നേരത്തെ പറഞ്ഞു, കോഴി കൊല്ലുമ്പോഴുള്ളൊരു വേദന പോലെ തന്നെ അത് കറിയായി ആസ്വദിക്കപ്പെടുമ്പോഴുള്ള ആനന്ദവും ഒരുമിച്ച് അനുഭവിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ആ ആനന്ദാനുഭവത്തിനകത്ത് ഈ രണ്ടും അനുഭവിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ഒരു ബുദ്ധൻ കോഴിയെ കൊല്ലുന്ന വേദനയെ അനുഭവിക്കും, അത് കറിയായി മാറുന്നതും അനുഭവിക്കും. ഈ ദ്വന്ദ്വഭാവം അനുഭവിക്കാൻ തയ്യാറുണ്ട്
അതിനുള്ള സാധ്യത ബുദ്ധനുണ്ട് എന്ന് മനസ്സിലായിക്കോണം. അപ്പോൾ അവിടെ അഹിംസ വഴിമാറുന്നുണ്ട് ഈ രണ്ട് എക്സ്പീരിയൻസിനെയും കടന്നു പോകുന്നതുകൊണ്ട്. മറിച്ച് ഉപകരിക്കാൻ വേണ്ടി സാറ് പറഞ്ഞതുപോലെ കൃഷി ചെയ്യുകയും കൊല്ലുകയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ സംബന്ധിച്ചുള്ള സ്വാഭാവികമായിട്ടും അവനൊരു വിഷം മാത്രമേ വിഷം മാത്രമേ എടുക്കുന്നുള്ളൂ. അവിടെയാണ് ആ കർമ്മം വരുന്നത്. പക്ഷേ അതില്ലാതിരിക്കാൻ പറ്റില്ല സാർ. കർമ്മത്തിന് ട്രാൻസ്ഫർ ചെയ്യുന്ന ആർക്കും കർമ്മം ചെയ്യാൻ ഒക്കില്ല എന്ന് കൃഷ്ണൻ ഗീതയിൽ അതിനോട് പറയുന്നു എന്ന് പറഞ്ഞ പോലെയാണ്. ആർക്കും അതിന് ഒഴിഞ്ഞിരിക്കാൻ പറ്റില്ല. എല്ലാവരും അതിനകത്താണ്. നമ്മൾ ബുദ്ധിപൂർവ്വം അത് ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രമേ പറയുന്നുള്ളൂ.